കുറച്ച് ദിവസങ്ങൾക്ക് മുമ്പ് നമ്മുടെ ഒരു പ്രൊഡക്ഷൻ്റെ ഭാഗമായിട്ട് ചൂരൽമലയിൽ നമ്മുടെ ടീം സന്ദർശിക്കുകയുണ്ടായിരുന്നു. ഞാൻ ആ കൂട്ടത്തിൽ പോയിട്ടുണ്ടായിരുന്നു. കഷ്ടമാണ് ഇപ്പോഴും അവിടുത്തെ കാര്യങ്ങൾ. തുടക്കത്തിൽ ഗവൺമെൻറ് അടിയന്തരമായി പ്രഖ്യാപിച്ച വീടുകളുടെ വാടക, ആ വാടക കിട്ടുന്നുണ്ട്. അതുപോലെ കുടുംബത്തിലെ ഒരാൾക്ക് 300 രൂപ ഒക്കെ ദിവസേന, അതും മുടങ്ങിയവർ വരെ ഉണ്ട്. എല്ലാവർക്കും കിട്ടിയിട്ടില്ല എന്നടക്കം. എന്നാലും ഈ ദുരന്തത്തിൻ്റെ ആഘാതത്തിൽ നിന്ന് അത്ര പെട്ടെന്നൊന്നും വിട്ടുമാറില്ല. അവരുടെ കുടുംബങ്ങൾ മരണപ്പെട്ടിട്ടുണ്ട്, സ്വന്തമായി വീടില്ലാത്തവരാണ്. ഇങ്ങനെയുള്ള സാഹചര്യത്തിൽ നമ്മളിങ്ങനെ കേരള സർക്കാരിൻ്റെ ഫണ്ട്, കേന്ദ്ര സർക്കാരിൻ്റെ ഫണ്ട്, ഇങ്ങനെ രാഷ്ട്രീയം പറയുന്നു, ഫണ്ട് മുടക്കുന്നു, ഇങ്ങനെയുള്ള ചർച്ചകളൊക്കെ വഴി നടക്കുന്നു. ഞങ്ങൾക്ക് എന്തെങ്കിലും ഒരു പരിഹാരമുണ്ടാകുമോ എന്നാണ് അവിടെയുള്ള ജനത ഇപ്പോഴും ചോദിച്ചുകൊണ്ടിരിക്കുന്നത്. സത്യത്തിൽ നമ്മൾ ഈ രാഷ്ട്രീയവും ഭരണകൂടവും ഫെഡറലിസവും ഇതിൻ്റെയൊക്കെ നിങ്ങൾ ചർച്ചയ്ക്കും ഇങ്ങനെ ചർച്ച നടത്തുമ്പോഴും ആ ഒരു ജനതയുടെ വികാരം എന്തായിരിക്കും? അന്ന് നമ്മൾ തെരഞ്ഞെടുപ്പിന് മുമ്പാണ് അവിടെ പോകുന്നത്. അന്ന് അവരെല്ലാവരും സമാധാനിക്കുന്നത് തെരഞ്ഞെടുപ്പല്ലേ, അതുമായി ബന്ധപ്പെട്ട പ്രശ്നങ്ങളായിരിക്കാം, തെരഞ്ഞെടുപ്പ് കഴിയുന്നതോടുകൂടി ഒരു പരിഹാരം ഉണ്ടായേക്കാം എന്നാണ്. തെരഞ്ഞെടുപ്പ് കഴിഞ്ഞ പിറ്റേന്ന് തന്നെ അവർ കേൾക്കുന്ന വാർത്ത ഇതാണ്. അവരുടെ ഒരു മാനസിക അവസ്ഥ നമ്മൾ ഒന്നുകൂടി പരിഗണിക്കേണ്ടതല്ലേ? അതാരും പരിഗണിക്കുന്നത് എനിക്ക് തോന്നുന്നില്ല. കാരണം വെച്ച് കഴിഞ്ഞാൽ ഇപ്പോൾ നമ്മളൊന്ന് ആലോചിച്ച് നോക്കുക, ഇതിൻ്റെ ഒരു ക്രോണോളജി നമ്മളൊന്ന് ആലോചിച്ച് കഴിഞ്ഞാൽ വലിയൊരു ദുരന്തം ഉണ്ടായി. ആ ദുരന്തത്തിന് ശേഷം വലിയ രക്ഷാപ്രവർത്തനം ഉണ്ടായി. എല്ലാവരും യോജിച്ച് നിന്നുകൊണ്ടുള്ള രക്ഷാപ്രവർത്തനം നടത്തി. പറ്റാവുന്ന ആളുകളെ മുഴുവൻ രക്ഷിക്കാൻ കഴിയുന്ന ആളുകളെ മുഴുവൻ രക്ഷിക്കാൻ ശ്രമിച്ചു. മണ്ണിനടിയിൽ പെട്ടുപോയ മരിച്ചുപോയ മനുഷ്യരുടെ ശരീരങ്ങൾ റിക്കവർ ചെയ്യാൻ കഴിയാവുന്ന അത്ര നമ്മൾ റിക്കവർ ചെയ്തു. ഇതൊക്കെ നമ്മൾ ചെയ്തു. അതിനുശേഷം നമ്മൾ ഒരുപാട് വാഗ്ദാനങ്ങൾ പറയുന്നു. അതായത് വാടക വീടുകളിലേക്ക് മാറുമ്പോൾ നല്ല വാടക സംസ്ഥാന സർക്കാർ വഹിക്കും, 300 രൂപ വെച്ച് ഇത്ര ദിവസം ഒരാൾക്ക് കൊടുക്കും, ഇതൊക്കെ പറഞ്ഞു. ഇതൊക്കെ സത്യം പറഞ്ഞാൽ ചെയ്യണമെന്ന് വിചാരിച്ച് തന്നെ പ്രഖ്യാപിക്കുന്ന കാര്യങ്ങളാണ്. ഈ വാടകയൊക്കെ ഒരു പക്ഷേ ഇപ്പം മുടങ്ങിയാലും 2-3 മാസം കഴിയുമ്പോഴൊക്കെ കൊടുത്തു തീർക്കുമായിരിക്കും. അതുപോലെ ഈ 300 രൂപ വെച്ച് പ്രതിദിനം കൊടുക്കുക എന്നുള്ളത് പെട്ടെന്ന് മുടങ്ങിയാലും ഒരു പക്ഷേ ആ കുടിശ്ശിക അടക്കം പിന്നീട് കൊടുത്തു തീർക്കുമായിരിക്കും. ഇതൊക്കെ സംഭവിക്കും. ഒരു മാസത്തെ കൂടി നീട്ടിയിട്ടുണ്ട് സർക്കാർ അറിയിച്ചു. അപ്പോൾ ഇതൊക്കെ കൊടുത്തു തീർക്കുമായിരിക്കും. പക്ഷേ അവരെ സംബന്ധിച്ച് അവർക്കെന്ന് പറഞ്ഞാൽ എന്താ പറയുക, ഉടുത്തിരുന്ന വസ്ത്രമൊഴിച്ച് ബാക്കിയെല്ലാം നഷ്ടപ്പെട്ടു പോയ മനുഷ്യന്മാരാണ്. അവർക്ക് ഉപജീവന മാർഗങ്ങളില്ല, ജീവിക്കാൻ സ്ഥലമില്ല, എവിടെയാണ് ഇനി ജീവിതം തുടരാൻ പറ്റുക എന്നറിയില്ല, അനിശ്ചിതത്വങ്ങൾ, വിട്ടുപോയ മനുഷ്യർ, ജീവിതത്തിൽ നിന്ന് ഇല്ലാതായി പോയ അടുത്ത ബന്ധുക്കളെക്കുറിച്ചുള്ള ഓർമ്മകൾ, അതുണ്ടാക്കുന്ന മാനസിക പ്രയാസങ്ങൾ, ഇങ്ങനെ പല തരത്തിൽ ബഹുമുഖമായ പ്രയാസങ്ങൾ നേരിട്ടുകൊണ്ടിരിക്കുന്ന മനുഷ്യന്മാരാണ് അവർ. അപ്പോൾ അവർക്ക് നിരന്തരം ചെന്നിട്ട് ഞങ്ങൾക്കിത് കിട്ടിയില്ല, ഇത് ഇങ്ങനെ പരാതി പറയാൻ ഒരു പക്ഷേ അവർക്ക് സാധിച്ചത്, അവർക്കിങ്ങനെ നിലവിളിക്കാൻ മാത്രമേ ചിലപ്പോൾ സാധിക്കുള്ളൂ. ഇപ്പോൾ നമ്മൾ ഈ പറയുന്ന എന്താ പറയുക, കേന്ദ്രത്തിൽ നിന്ന് സഹായം കിട്ടിയില്ല, കേന്ദ്രം സഹായം തരുന്നില്ല, അല്ലെങ്കിൽ കേന്ദ്രം സഹായം എന്നുള്ളതല്ല, അവർ തരുന്നില്ല, തരാതെ സംസ്ഥാന സർക്കാരിനൊന്നും ചെയ്യാൻ പറ്റില്ല, അല്ലെങ്കിൽ ചെയ്യുന്നതിന് പ്രയാസങ്ങളുണ്ടാകും, ഇതൊക്കെ ഫാക്റ്റായിട്ട് അവിടെ നിൽക്കുകയാണ്. പക്ഷേ ഇതിനൊരു പരിഹാരം കണ്ടേ പറ്റുള്ളൂ. ബേസിക്കലി ഇതിൻ്റെ സോൾ റെസ്പോൺസിബിലിറ്റി, അത് കേന്ദ്രം തരാതിരുന്നാൽ പോലും ഇതിൻ്റെ സോൾ റെസ്പോൺസിബിലിറ്റി എന്ന് പറയുന്നത് സംസ്ഥാന സർക്കാരിൻ്റെ പെടലിക്ക് വരികയാണ്. സംസ്ഥാന സർക്കാർ സത്യം പറഞ്ഞാൽ ഇതിന് എന്തെങ്കിലും ഒരു വേ ഔട്ട് കണ്ടേ പറ്റുള്ളൂ. ഞാൻ അവരെ മുഴുവൻ കുറ്റപ്പെടുത്തിയിട്ടല്ല പറയുന്നത്. സംസ്ഥാന സർക്കാരിന് ഇപ്പോൾ ഇവിടെ മാത്രമായിട്ട് ഫോക്കസ് ചെയ്യാൻ പറ്റില്ല. കാരണം കേരളത്തിൻ്റെ പലതരത്തിലുള്ള ആവശ്യങ്ങളുണ്ട്. ഇപ്പോൾ സാമൂഹ്യക്ഷേമ പെൻഷൻ കുടിശ്ശികയായി കഴിഞ്ഞാൽ അതൊരു പ്രശ്നമാണ് സംസ്ഥാന സർക്കാരിന്. KSRTC ഒരു മാസത്തെ ശമ്പളം അത് മുടങ്ങി കഴിഞ്ഞാൽ സംസ്ഥാന സർക്കാരിന് അതൊരു പ്രശ്നമാണ്. അങ്ങനെ തുടങ്ങി പലതരത്തിലുള്ള പ്രശ്നങ്ങൾ സംസ്ഥാന സർക്കാർ, അതിൻ്റെ കൂടെ അവർ പ്രയോറിറ്റൈസ് ചെയ്യുന്നൊരു പ്രശ്നമാണ് ഈ പറയുന്ന ചൂരൽമല മുണ്ടക്കൈ ദുരിതബാധിതരുടെ പുനരധിവാസം എന്ന് പറയുന്നത്. പക്ഷേ അതിനൊരു വേ ഔട്ട് കണ്ടേ പറ്റുള്ളൂ. ഒന്നുകിൽ അതിന് മാത്രമായിട്ടുള്ള എന്തെങ്കിലും ഒരു സ്പെഷ്യൽ പർപ്പസ് സംവിധാനം ഉണ്ടാക്കണം. അതിലേക്ക് ഫണ്ട് ഫ്ലോ കൃത്യമായിട്ട് ഉറപ്പാക്കാൻ പാകത്തിനുള്ളൊരു സംവിധാനം. ഇപ്പോൾ കിഫ്ബി പോലെയുള്ള സംവിധാനങ്ങളിലൂടെ എങ്ങനെയാണ് വികസന പദ്ധതികൾക്ക് പണം കഴിഞ്ഞ സർക്കാർ എത്തിച്ചതെന്ന് നമ്മൾ കണ്ടാണ്. അതിപ്പോഴും തുടരുന്നുണ്ട് പല പദ്ധതികൾക്കും. അതുപോലെ എന്തെങ്കിലും ഒരു സംവിധാനത്തിലൂടെ യോജിപ്പിച്ചെടുക്കാവുന്ന എല്ലാ സംവിധാനങ്ങളെയും എല്ലാ വിഭവങ്ങളെയും യോജിപ്പിച്ചുകൊണ്ട് എങ്ങനെയാണ് ഇവരിലേക്ക് ഫോക്കസ് ചെയ്യാൻ പറ്റുക, അതിന് മാത്രമായിട്ട് എങ്ങനെയാണ് ഒരു എന്താ പറയുക, സാമ്പത്തിക പിന്തുണ മാത്രം പോരാ, ഇതിലേക്ക് കൃത്യമായിട്ട് ഫോക്കസ് ചെയ്യാനൊരു സംവിധാനം വേണം. സാമ്പത്തിക പിന്തുണ ഉണ്ടായിട്ട് മാത്രം കാര്യമില്ല, ഇതിങ്ങനെ പുറകെ നടക്കാനും ഇത് കൃത്യമായിട്ട് നടക്കുന്നു എന്ന് ഉറപ്പുവരുത്താനുള്ളൊരു സിസ്റ്റം വേണം. നമ്മളുടെ ഒഫീഷ്യൽ സിസ്റ്റം, ഇപ്പോൾ കളക്ടറേറ്റ് ആണ് മിക്കവാറും, ജില്ലാ കളക്ടറുടെ നേതൃത്വത്തിൽ കളക്ടറേറ്റിലായിരിക്കും മിക്കവാറും ഇപ്പോൾ ഇതിൻ്റെ കോർഡിനേഷൻ മുഴുവൻ നടക്കുക. അവരെ സംബന്ധിച്ച് ഇവർ മാത്രമല്ല, അവരെ സംബന്ധിച്ച് ജില്ലയിൽ മൊത്തം നടക്കുന്ന കാര്യങ്ങൾ മുഴുവൻ അവരുടെ പരിഗണനയിലേക്ക് വരും. അപ്പോൾ ചില ഘട്ടങ്ങളിലെങ്കിലും ഇത് മാറ്റിവെച്ചിട്ട് അവർക്ക് വേറെ ഏതെങ്കിലും ഒരു
കാര്യത്തിലേക്ക് ഫോക്കസ് ചെയ്യേണ്ടി വരും. അപ്പോൾ ഇങ്ങനെയുള്ള ഒരുപാട് പ്രായോഗിക ബുദ്ധിമുട്ടുകൾ വരും. അപ്പോൾ എനിക്ക് തോന്നുന്നത് സംസ്ഥാന സർക്കാർ ഇതൊരു എക്സെപ്ഷണൽ കേസാണ്. നമ്മൾ ഇതുവരെ കേരളം രൂപം കൊണ്ടതിന് ശേഷം നമ്മൾ ഇതുവരെ കാണാത്ത വിധത്തിലുള്ളൊരു ദുരന്തമാണ് അവിടെ ഉണ്ടായത്. അപ്പോൾ അതൊരു എക്സെപ്ഷണൽ കേസായിട്ട് എടുത്ത് ഇതിനു വേണ്ടി മാത്രം ഒരു സ്പെഷ്യൽ പർപ്പസ്, അത് ഫിനാൻഷ്യലായാലും ഉദ്യോഗസ്ഥരായാലും ഒക്കെ ഒരു സ്പെഷ്യൽ പർപ്പസ് സംവിധാനം ഉണ്ടാക്കുക എന്നുള്ളതായിരിക്കും സംസ്ഥാന സർക്കാരിന് ചെയ്യാൻ പറ്റുന്നൊരു കാര്യം. ഇല്ലെങ്കിൽ ആത്യന്തികമായിട്ട് ഇതിൻ്റെ എല്ലാ പഴിയും സംസ്ഥാന സർക്കാരിൻ്റെ പെടലിക്കായിരിക്കും വരിക. കേന്ദ്രം പൈസ കൊടുത്തോ ഇല്ലയോ, അല്ലെങ്കിൽ കേന്ദ്രം കൊടുക്കേണ്ടതല്ലേ എന്നുള്ള ചോദ്യമൊക്കെ കുറച്ചു കാലം കഴിയുമ്പോഴത്തേക്കും പോവും. ഇതിൻ്റെ സോൾ റെസ്പോൺസിബിലിറ്റി എന്ന് പറയുന്നത് സംസ്ഥാന സർക്കാരിൻ്റെ പെടലിക്കായിരിക്കും വരിക.